2 ദിവസം നീണ്ട യാത്ര ആയതുകൊണ്ട് തന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും ട്രെയിനിൽ വെച്ച് എന്തായാലും കിട്ടിയില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലും കാര്യങ്ങളെല്ലാം തേച്ച് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ വിശന്നിട്ട് വിചാരിച്ചു ഉറങ്ങണം. ഇപ്പം എന്ത് ചെയ്യാ, ഞാൻ വിചാരിച്ചു ഒരു സിനിമയൊക്കെ കണ്ട് ഞാൻ പറഞ്ഞൊരു 30 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഒരു സിനിമയും കണ്ടിരിക്കാന്ന് ഓർത്ത് ഞാൻ ഒരു സിനിമ അങ്ങോട്ട് പ്ലേ ചെയ്തു. സിനിമ കഴിഞ്ഞിട്ടും ഓനെ എഴുന്നേറ്റില്ല. അധികം സമയം നമുക്ക് കളയാനില്ലാത്തതുകൊണ്ട് തന്നെ ഓനെ നമ്മൾ നിന്ന് നിപ്പിൽ എഴുന്നേറ്റ്. അപ്പോഴേക്കും ഓനാണെങ്കിലോ അവനെയും വിളിച്ച് കഷ്ടപ്പെട്ട് എഴുന്നേപ്പിച്ച് നമ്മൾ നേരെ വിട്ടത് വിഴിഞ്ഞത്തുള്ളൊരു ഷെയ്ക്ക് കടയിലോട്ട്. കടയുടെ വലിപ്പം കണ്ട് ആരും ചെറുതാക്കണ്ട. ഇവിടുത്തെ ഷെയ്ക്ക് ഉണ്ടല്ലോ 2 പേർക്ക് കുടിക്കാൻ ഒരെണ്ണം വാങ്ങിയാൽ മതി. എന്നാലും നമ്മൾ 2 എണ്ണം തന്നെയാണ് വാങ്ങിച്ചത്. നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഷെയ്ക്കും കാര്യങ്ങളെല്ലാം എങ്ങനെയോ ഞങ്ങൾ കുടിച്ചു തീർത്ത് അപ്പോഴത്തേക്കാണ് നമുക്കൊരു ഫോൺ. ഒന്നല്ല, നമ്മുടെ മോഡലോടെ എത്തിയിട്ടുണ്ട്. നേരെ പോയി അവനെ വിളിക്കാന്ന് വെച്ച് ചെന്നപ്പം ഫോനാണെങ്കിൽ ഒടുക്കത്തെ ബിസി. അവനെ നമ്മൾ വിളിച്ചെഴുന്നേപ്പിച്ച് പോയത് കുറെ ഫോട്ടോസ് എടുക്കാനാണ്. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100. ക്യാമറ കണ്ടതുകൊണ്ടാണോ അറിയത്തില്ല, ഇവിടെ ഒരുത്തൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. ഒരുത്തനാണെങ്കിൽ ഭയങ്കര വെടിവെപ്പും കാര്യങ്ങളാ. അതെ, വെടിവെപ്പെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിയിരിക്കില്ലേ, PUBG കളിയാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത റൂമിലോട്ടൊന്ന് തല്ലിട്ട് നോക്കിയപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളോ. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മുടെ മോഡൽ നേരെ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാക്കി വിശേഷം നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ, ബൈ.